ദൈവനാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു വാക്യം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 7 വാക്യം 23. ഈ ദോഷങ്ങളെല്ലാം അകത്തുനിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്ന് യേശു പറഞ്ഞു. ഈ ദോഷങ്ങളെല്ലാം അകത്തുനിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്നും യേശു പറഞ്ഞു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 23-ാം വാക്യത്തിൽ യേശു കർത്താവ് മനുഷ്യനെ അശുദ്ധമാക്കുന്ന ചില കാര്യങ്ങൾ ഈ അധ്യായത്തിൽ പറഞ്ഞിട്ട് അതിൻ്റെ സംക്ഷിപ്ത രൂപമാണ് 23-ാം വാക്യത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നത്. മേൽ പറയപ്പെട്ട ഈ ദോഷങ്ങളെല്ലാം അകത്തു നിന്ന്, അഥവാ മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്ന്. വിശുദ്ധ സത്യവേദപുസ്തക ഭാഷയിൽ മനുഷ്യൻ ദൈവത്തിൻ്റെ മന്ദിരമാണ്, അഥവാ മനുഷ്യൻ ദൈവത്തിൻ്റെ ആലയമാണ്. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ ലേഖനത്തിൽ ഇത് വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. ദൈവാലയം വിശുദ്ധമായിരിക്കണം. ദൈവാലയം ഒരിക്കലും അശുദ്ധമാകാനായിട്ട് പാടില്ല. നാം ദൈവത്തിൻ്റെ മന്ദിരമെങ്കിൽ, നാം ദൈവത്തിൻ്റെ ആലയമെങ്കിൽ, നമ്മുടെ ദേഹം, ദേഹി, ആത്മാവ് എപ്പോഴും വിശുദ്ധിയോടെ കാണപ്പെടണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അങ്ങനെ നമ്മുടെ ദേഹം, ദേഹി, ആത്മാവ് വിശുദ്ധിയോടെ കാണപ്പെടുവാൻ ഒരു സമ്പൂർണ്ണ സമർപ്പണം, അഥവാ വിശുദ്ധിക്ക് വേണ്ടിയുള്ള ഒരു സമ്പൂർണ്ണ സമർപ്പണം അത്യന്താപേക്ഷിതമാണ്. കാരണം പാപം കൊടുങ്കാറ്റ് പോലെ നമ്മുടെ ദേഹം, ദേഹി, ആത്മാവിനെ നശിപ്പിക്കുവാനായിട്ട്, അഥവാ അശുദ്ധിയിലേക്ക് തള്ളിവിടുവാനായിട്ട് പോരാടിക്കൊണ്ടിരിക്കും. അവിടെയാണ് നമുക്കൊരു നിഷ്ഠ, അഥവാ ഒരു സമർപ്പണം അത്യാവശ്യമായിരിക്കുന്നത്. ഇതില്ലെങ്കിൽ നാം, അഥവാ നമ്മുടെ ദേഹം, ദേഹി, ആത്മാവിൽ പാപം പ്രവേശിക്കുവാനിടയാകും. ഈ പോരാട്ടത്തിൽ ദൈവമക്കൾ പരാജയപ്പെടുവാനായിട്ട് പാടില്ല. നാം ഓരോ ദിവസവും പ്രാർത്ഥനയുടെ ശക്തിയാൽ ഈ പോരാട്ടത്തിൽ വിജയം കൈവരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ യേശു മർക്കോസ് 7-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം മുതൽ 23 വരെ മനുഷ്യനെ അശുദ്ധമാക്കുന്ന കാര്യങ്ങളാണ് പ്രസ്താവിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് മനുഷ്യനെ അശുദ്ധമാക്കുന്നത്? ഇവിടെ 22-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. മർക്കോസ് 7:22 ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്കുകണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. ഒരു പാപത്തിൻ്റെ, അഥവാ നമ്മെ അശുദ്ധമാക്കുന്ന പാപത്തിൻ്റെ ഒരു പട്ടികയാണ് ഇവിടെ നാം കാണുന്നത്. ഇതൊരു നീണ്ട പട്ടികയാണ്. ഇത് ഓരോ പാപവും പ്രത്യേകം ചിന്തിക്കേണ്ടതാണ്. ഈ പാപങ്ങളെല്ലാം കൂടി നമ്മുടെ ഹൃദയത്തിൽ വന്നടിയുമ്പോൾ
നാം അശുദ്ധരാകുന്നു. അഥവാ ദൈവത്തിൻ്റെ ആലയമാവുന്ന നമ്മുടെ ദേഹി ആത്മാവ് അശുദ്ധമായിത്തീരുന്നു. അതുകൊണ്ട് മേൽ പറയപ്പെട്ട പാപങ്ങളിൽ നിന്നുള്ള മോചനമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അതിന് യേശുവിൻ്റെ രക്തമല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്ന് സത്യവേദ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ആ രക്തത്തിൽ ആശ്രയിക്കുമ്പോൾ നമുക്ക് പാപമോചനം ലഭിക്കുന്നു. നാം വിശുദ്ധരായി തീരുന്നു. അങ്ങനെ ഒരു പുതിയ സൃഷ്ടിയായി ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പോൽക്കാലം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. അളന്നു തൂക്കി തരുന്നവനല്ല എൻ ദൈവം, അളക്കാതെ വാരിച്ചൊരിഞ്ഞിടുവേ നല്ലനുഗ്രഹങ്ങൾ. ഒരു നാളും മാറിപ്പോവുകയില്ല സ്നേഹം. നല്ല പാറയേക്കാൾ ശാശ്വതമാണതു സത്യം. വിശ്വസിച്ചാൽ നാം ദൈവമഹത്വം കാണും. വിശ്വാസ